തിരുവനന്തപുരം പാളയം LMS പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം. പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയ ബിഷപ്പിന് ചുമതല നൽകിയിരുന്നു. ഇതിനെതിരെ പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചു. ഈ വിധിയുമായി എത്തി ഇന്ന് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിഷേധം രൂപപ്പെട്ടത്. ജിബിൻ ജെബിയുണ്ട്. ജിബിൻ, ഇരുപക്ഷത്തുമായി എത്രത്തോളം വിശ്വാസികളുണ്ട്? കോടതി ഉത്തരവ് കൊണ്ടുവന്നപ്പോഴായിരുന്നല്ലോ പ്രതിഷേധം. എങ്ങനെ പുരോഗമിക്കുന്നു? കുറച്ചു നാളുകളായി പാളയം LMS പള്ളി കേന്ദ്രീകരിച്ച് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനെ ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് പുറത്താക്കുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. TG പ്രവീൺ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ, അൽമായനായിട്ടുള്ള പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമായിരുന്നു. ഇതിനെതിരെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈ ഹൈക്കോടതി പുതിയൊരു അഡ്മിനിസ്ട്രേറ്ററായി KG സൈമണെയും അതുപോലെ തന്നെ ബിഷപ്പിന്റെ ചാർജായിട്ട് കോട്ടയം നിലവിലുണ്ടായിരുന്ന കോട്ടയം ബിഷപ്പിനെ വിൻസെന്റ് കെ വിക്ടർ എന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് മുൻപുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ അംഗമായിട്ടുള്ള പ്രവീണിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ പോവുകയും ഒരു വിധിയുമായി വന്ന് ഇന്ന് നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇരുപക്ഷങ്ങളും ഇരു കൂട്ടരെയും അനുകൂലിച്ചുകൊണ്ടുള്ള വിശ്വാസികൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പാളയം LMS പള്ളിയിലാണ് വിശ്വാസികൾ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്.